الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. സ്നേഹാദരമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ കൽപ്പനാ വിരോധങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാഥന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീണ്ട ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് വിരാമം കുറിച്ച് സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഈദുൽ ഫിത്തർ ആഘോഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ വിശ്വാസിയെ പരിപൂർണമായി ശുദ്ധീകരിക്കുകയും വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള സന്ദർഭങ്ങളാണ്. കുളിച്ച് വൃത്തിയായി നല്ല വെള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ തന്റെ ആ വസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഴുക്ക് ആകുന്നതിനെ എത്രമേൽ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കൂടെയാണ് നോക്കുക എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനേക്കാൾ ഏറെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ നേടിയെടുത്ത ശുചിത്വം, മീൻസ് പരിശുദ്ധി, അതിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മനുഷ്യനെന്ന നിലയ്ക്ക് തെറ്റായ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ സ്വാഭാവികമായും സംഭവിക്കുവാനുള്ള
പക്ഷേ അതിൽ നിന്നൊക്കെ പരിപൂർണമായും മോചനം നേടുവാൻ, പരമാവധി തടഞ്ഞു നിർത്തുവാൻ നാം ശ്രദ്ധിക്കുകയും സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ മാനുഷികമായി സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ വന്നു ഭവിക്കുന്നുവെങ്കിൽ അതിനെ തിരുത്തുവാനും അതിൽ നിന്ന് പശ്ചാത്തപിക്കുവാനും നമുക്ക് ഏറെ വേഗത്തിൽ സാധ്യമാകേണ്ടതുണ്ട്. തിന്മകൾ ചെയ്യുന്നുവെങ്കിൽ അതിനേക്കാളേറെ നന്മകൾ നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിലെ തെറ്റുകളെ മായ്ച്ചു കളയുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. തിന്മകളെ നിങ്ങൾ നന്മകൾ കൊണ്ട് പിന്തുടരണം. ആ തിന്മകളെ നിങ്ങൾ നന്മകൾ കൊണ്ട് മായ്ച്ചു കളയണം. ഇന്നലെ ഹസനാത്ത തിന്മകളെയൊക്കെ നന്മകളെ ഇല്ലാതെയാക്കുമെന്നാണ്. ആ നിലക്ക് തീർച്ചയായും നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. അതെ, നമ്മൾ നല്ലവരാണ്, നന്മയുടെ വഴിയിലാണ് ഈ ഒരു നീണ്ട കാലം നമ്മൾ ജീവിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ. ജീവിതത്തിൽ വ്രതം കൊണ്ടും വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങൾ കൊണ്ടുമൊക്കെ ധന്യമാക്കിയ, ശുദ്ധീകരിച്ച് സംസ്കരിച്ച് സമ്പന്നമാക്കിയ ഒരു ജീവിതം ഇനി നമ്മള് കാലം മുന്നോട്ട് പോകുമ്പോൾ പഴയ ഒരു ജീവിതക്രമത്തിലേക്ക് നമ്മൾ നോമ്പിന് മുമ്പ് പലപ്പോഴും അശ്രദ്ധമായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലത്തേക്ക് ഒരിക്കലും മടങ്ങി പോകുവാൻ പാടില്ല എന്നതാണ്. തെറ്റുകൾ അത് വരാതെ സൂക്ഷിക്കണം. ഇനി നമ്മെ കാത്തിരിക്കുന്നത് നന്മയുടെ വഴികൾ മാത്രമായിരിക്കണം. നമ്മൾ നീങ്ങുന്നത് സൽക്കർമ്മത്തിന്റെ പാതയിലൂടെ മാത്രമായിരിക്കണം. അവിടെ നമ്മെ വഴിതെറ്റിക്കുവാൻ നമ്മുടെ ശത്രു നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു. നമ്മളവിടെ ജാഗ്രത തീർച്ചയായും പാലിക്കണം. അള്ളാഹുവിനോട് പരിപൂർണമായി രക്ഷ തേടിക്കൊണ്ട് അവന്റെ കാവലിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. പിശാച് മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ വഴിതെറ്റിക്കുവാൻ സാധിക്കുമോ ഒരു നല്ല വ്യക്തിത്വത്തെയാണ് അവൻ നിരന്തരം പിന്തുടരുക. എന്തിന്? തിന്മയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവൻ ആവശ്യമില്ല, കാരണം അവന്റെ മാർഗത്തിനാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നോമ്പിലൂടെ, സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ, ജമാഅത്ത് നമസ്കാരങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെയും പാരായണത്തിലൂടെയും ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യനെയാണ് അവരെപ്പോഴും പിന്തുടരുന്നത്. പിശാചെടുക്കുന്നൊരു പ്രതിജ്ഞയാണ്. റബ്ബേ, നീ എന്നെ വഴിതെറ്റിച്ചതുപോലെ ഞാൻ മുഴുവൻ മനുഷ്യരെയും വഴിതെറ്റിക്കും. അവർക്കെല്ലാം ഒരു അലങ്കാരമായി കാണിച്ചു കൊടുക്കും. പല എന്നിട്ട് അവരെയൊക്കെ ഞാൻ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഒരു പ്രതിജ്ഞ എടുത്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഇറങ്ങിപ്പോരുന്നത്. പക്ഷെ പടച്ചതമ്പുരാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. അവരിൽ നിന്ന് ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ ആളുകളെ ഒഴികെ അവരെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിർവഹിക്കുന്നുവെങ്കിൽ അവിടെ പിശാചിന് ഒരു നിലക്കുമുള്ള ഇടപെടൽ സാധ്യമല്ല. അല്ലാഹു പറയുന്നു, എന്റെ ആ നേരായ മാർഗം അത് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നത് എന്റെ ബാധ്യതയാണ്. അവിടെ നിനക്ക് അതിലൂടെ പോകുന്ന ഒരാളെയും വഴിതെറ്റിക്കുക സാധ്യമല്ല എന്ന്. എന്റെ ദാസന്മാരുടെ മേൽ എനിക്ക് യാതൊരു ആധിപത്യവുമില്ല, ഒരു സ്ഥാനം, ഒരു അധികാരം നിനക്കില്ല. നിന്നെ പിന്തുടർന്ന് നിന്റെ ഇച്ഛകളെ, നിന്റെ ആഗ്രഹങ്ങളെ, അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളെ പിന്തുടർന്ന് നിന്റെ വഴിയിലൂടെ വരുന്ന ആളുകളെയല്ലാതെ നിനക്ക് വഴിപിഴപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ആ പിശാചിന്റെ പ്രേരണകളെ, ദുർബോധനങ്ങളെ ഇനിയുള്ള നാളുകളിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചാലാണ് നമുക്ക് വിജയം വരിക്കുവാൻ, രക്ഷപ്പെടുവാൻ, നമ്മൾ നേടിയെടുത്ത നന്മയുടെ ആ മാർഗത്തിൽ പൂർണ്ണമായും നിലനിന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുക. എങ്ങനെയാണ് നമുക്കതിന് കഴിയുക? നമുക്ക് നാഥൻ നൽകിയ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളോട് പരിപൂർണമായി നന്ദിയോടുകൂടെ, ആ നിലയ്ക്ക് നന്ദിയോടുകൂടെ
മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗുണമാണ്. അല്ലാഹു നമുക്ക് ആയുസ് നൽകിയില്ലേ? കഴിഞ്ഞൊരു റമദാനിലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടി. നമ്മൾ നന്ദി പ്രകടിപ്പിക്കണ്ടേ? നമുക്ക് മറ്റെത്ര വലിയ സന്തോഷങ്ങൾ, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു. ഇതിനൊക്കെ നന്ദി പ്രകടിപ്പിക്കുമ്പോഴാണ് ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ നാഥനിലേക്ക് ഏറ്റവും അടുത്ത് അവന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാകുന്നത്. പല നിലയ്ക്ക് പടച്ചതമ്പുരാൻ നമ്മെ പരീക്ഷിക്കാം, അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അവന്റെ വലിയ ഫള് നമുക്ക് നൽകി നമ്മെ ജീവിതത്തിൽ സന്തോഷം, ആനന്ദവും നൽകുന്ന, ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ നൽകുന്ന, സ്ഥാനമാനങ്ങൾ നൽകുന്ന ആ രീതിയിൽ നമ്മെ അനുഗ്രഹിക്കും. അത് അവന്റെ ഒരു പരീക്ഷണമാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ലോകത്ത് മറ്റൊരാൾക്കും നൽകാത്ത രീതിയിലുള്ള അധികാരങ്ങളും സ്ഥാനങ്ങളും നൽകിയപ്പോൾ പടച്ചതമ്പുരാനോട് പറയുന്ന ഒരു വാക്കുണ്ട്, قال هذا من فضل ربي ليبلوني أشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم قال هذا من فضل ربي. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, അവന്റെ വലിയ അനുഗ്രഹമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. എന്തിനു വേണ്ടി? ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദിയുള്ളവനാകുമോ അതല്ല നന്ദി കേട് കാണിച്ച് ധിക്കാരത്തോടുകൂടി ജീവിക്കുന്നവനാകുമോ എന്ന് എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതെ, അല്ലാഹു നമുക്ക് നൽകിയ ഓരോ നിമിഷവും അത് നമുക്ക് അവന്റെ വലിയൊരു അനുഗ്രഹമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, ജീവിതവും മരണവും ഒക്കെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അത് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുന്നുണ്ട് എന്നാണ്. അവിടെയാണ് നമുക്ക് കിട്ടിയ ഓരോ സെക്കൻഡുകൾക്കും ആ നാഥനോട് കൃതജ്ഞതയോടുകൂടെ ശുക്ർ ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായും നമുക്കുണ്ടാവണം. വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി. സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. ഇനി നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? യശ്കുറു ലിനഫ്സി, നിങ്ങൾക്ക് സ്വന്തം തന്നെയാണ്. നമ്മൾ നന്മയുടെ വഴിയിൽ, നേരായ പാതയിൽ, പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമനിർദ്ദേശങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അതിന്റെ ഗുണമാർക്കാണ്? നമുക്ക് മാത്രമാണ്. അത് നിങ്ങൾക്ക് വേണ്ടി. ഇനി ആരെങ്കിലും നന്ദി കേട് കാണിക്കുന്നുവെങ്കിലോ തീർച്ചയായും എന്റെ റബ്ബ്, അവന് ഒരു ഔദാര്യം ആവശ്യമില്ല, അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. അവൻ സ്വയം ഐശ്വര്യവാനാണ്, അവൻ സമ്പന്നനാണ്, അവൻ മാന്യനാണ്, ശ്രേഷ്ഠതയുള്ളവനാണ്. അവൻ നിങ്ങൾ നന്ദി കാണിച്ചില്ലെങ്കിൽ ഒന്നും അല്ലാഹുവിന് സംഭവിക്കുവാനില്ല, നിങ്ങൾക്ക് മാത്രമാണ് അതിന്റെ ഗുണം. നന്ദി കാണിക്കുന്നോ നിങ്ങൾക്ക് അതിന്റെ നേട്ടമുണ്ട്, നന്ദി കേട് കാണിക്കുന്നുവോ അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെ. അപ്പൊ അല്ലാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളോട് ശുക്റുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കാം. ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞത് പരീക്ഷണമായേക്കാം. ആ പരീക്ഷണത്തെ എങ്ങനെ നമ്മൾ നേരിടുന്നു, അതിനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ടത്. ഇനിയോ നന്മകളും സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമാണോ പരീക്ഷണം എന്നത്? അല്ല, പരീക്ഷണത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ധാരാളം അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ അനുഭവിക്കുന്ന കടുത്ത യാതനകളും വേദനകളും എന്താണ്? അതൊരു പരീക്ഷണമാണ്, അല്ലാഹുവിന്റെ പരീക്ഷണം. വിശ്വാസ രംഗത്ത് അവർ എത്രമേൽ പിടിച്ചു നിൽക്കുന്നു, അത്രയൊക്കെ യാതനകൾ ഏൽക്കേണ്ടി വന്നിട്ടും നമ്മൾ കണ്ടില്ലേ? പെരുന്നാളിന്റെ സുദിനത്തില് ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ ആ ഈദുൽ ഫിത്തറിലെ തക്ബീർ ധ്വനികൾ മുഴക്കുന്നു, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു, പ്രാർത്ഥനകളിൽ മുഴുകുന്നു. ഉള്ള സമയത്ത് അവർ പരസ്പരം ആലിംഗനം ചെയ്ത് പെരുന്നാളിന്റെ ആ സന്തോഷം പങ്കുവെക്കുന്നു. പരീക്ഷണത്തിന്റെ തീച്ചൂളയിലാണ് അവർ കഴിയുന്നത്. വീടുകൾ തകർക്കപ്പെട്ടു, അവരുടെ പ്രദേശം മൊത്തത്തിൽ തകർത്തെറിയപ്പെട്ട ആ ഒരു ഘട്ടത്തിലും കിട്ടിയ ഉയരത്തിന് ആ പൊളിഞ്ഞു വീണ
കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് ബാക്കി വിളിച്ച് ഉള്ള ആളുകൾ സഫായി നിന്ന് 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നു. എന്താണ് അവരുടെ ഒരു ഈമാനിന്റെ കരുത്ത്, അവരുടെ ആ ഒരു ശക്തി, ചോർന്നു പോകാത്ത വിശ്വാസത്തിന്റെ ദൃഢത. പരീക്ഷണത്തിനും പതറിപ്പോകാൻ നിൽക്കുന്നവരല്ല വിശ്വാസി എന്ന ഒരു ബോധ്യപ്പെടുത്തൽ. നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെയാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ അവർ തക്ബീർ ചൊല്ലുന്നവരാണ്. അല്ലാഹുവിന്റെ മഹത്വത്തെ, അവന്റെ സ്തുതികളെ വാഴ്ത്തുന്നവരാണ്. വലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടിയാണ് എന്നാണ്. നമ്മൾ പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരും. പരീക്ഷണങ്ങൾ നിരന്തരം നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ നമ്മളെ പല രീതിയിലും ഭീതിപ്പെടുത്തുവാൻ, ഭയപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പതറിപ്പോകുന്നവരല്ല എന്നാണ്. പല കരിനിയമങ്ങളും കൊണ്ടുവന്ന് നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാൻ, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ സാമൂഹികമായി സാമുദായികമായി നമ്മൾ നേടിയെടുത്ത അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഭരണകൂടം നടത്തുന്ന പല ഭീകരതകളുമുണ്ട്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്തെന്താണ്? അല്ലദീന ഖാല ലഹും നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സൂറത്ത് ആലി ഇംറാനിലെ 3-ാം അധ്യായം, ആലി ഇംറാനിലെ 173-ാമത്തെ വചനം. അല്ലദീന ഖാല ലഹും നാസ്, ജനങ്ങൾ വന്നുകൊണ്ട്, ആളുകൾ വന്നുകൊണ്ട് വിശ്വാസികളോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, തീർച്ചയായും ആളുകളൊക്കെ നിങ്ങൾക്കെതിരെ സംഘടിക്കുന്നു, അവർ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഫഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെട്ടുകൊള്ളണമെന്ന് വിശ്വാസികളോട് ഒന്ന് പറയാം. എല്ലാവരും നിങ്ങൾക്ക് എതിരാണല്ലോ, എല്ലാ സംഘടിത ശക്തികളും നിങ്ങൾക്കെതിരെ ഒന്നിച്ചു വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെട്ടുകൊള്ളണമെന്ന്. എന്നാൽ വിശ്വാസികളുടെ പ്രതികരണം എന്താ? ഫസാദഹും ഈമാനാ, അവർക്ക് അവിടെ ഈമാൻ വർദ്ധിക്കുകയാണ്. വിശ്വാസത്തിന്റെ ദൃഢത അതൊന്നുകൂടി ശക്തിപ്പെടുകയാണ്. അവരൊന്നിച്ച് പ്രഖ്യാപിക്കുക, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഞങ്ങളെ കാത്തുകൊള്ളുവാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ അവൻ തന്നെ ധാരാളം കഴിയുന്നവനാണ് എന്ന് അവന് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. ഈ ഈമാനുള്ളവരെയാണോ ഭീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഇവരെയാണോ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? നമ്മൾ കണ്ട ചരിത്രം അതല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് എത്ര കടുത്ത യാതനകളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നു. പക്ഷേ വിശ്വാസികൾ പതറിയോ? ഇല്ല. സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ കുത്തിപ്പുറത്തേക്ക് വലിച്ചു കീറിയെടുത്തിട്ട് നീ മാറാൻ സന്നദ്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു, ഞാൻ എന്റെ ദൂതനെ ഇഷ്ടപ്പെടുന്നു, എന്നെ പോലെയുള്ള, എന്റെ ഈ ശരീരം പോലെയുള്ള 100 എണ്ണം കൊണ്ടുവന്നു വെച്ച് ഇഞ്ചിഞ്ചായി നിങ്ങൾ കൊന്നുകളയുകയാണെങ്കിലും ഈ ഈമാനിന്റെ കരുത്തിൽ നിന്ന് അണുഅണ വ്യതിചലിക്കാൻ സന്നദ്ധമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തിന്റെ കരുത്ത് ഫലസ്തീനിന്റെ മണ്ണിൽ നമ്മൾ കണ്ടതാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നമ്മെ ഭീതിപ്പെടുത്തി, ഭയപ്പെടുത്തി, അങ്ങനെ നിരാശപ്പെടുത്തി, അരക്ഷിതമാക്കി ഇല്ലാതെയാക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നമുക്കുറക്കെ പറയാൻ കഴിയണം, അല്ലാഹു പറയുന്നത്, നിങ്ങളെ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ പരീക്ഷിക്കപ്പെടും. വേദക്കാരിൽ നിന്നും അതുപോലെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നുമൊക്കെ നിങ്ങൾ ധാരാളം പീഡനത്തിന്റെയും പ്രയാസത്തിന്റെയും ഒക്കെ വാക്കുകളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങൾ കേൾക്കുകയും അനുഭവിക്കേണ്ടി വരും ഒക്കെ ചെയ്യും. സൂറത്ത് ആലി ഇംറാനിലെ തന്നെ 182-ാമത്തെ വചനം. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ
പടച്ചതമ്പുരാനെ സൂക്ഷിക്കുകയും ചെയ്യുക. അതാണ് നിങ്ങളുടെ ഏറ്റവും ദൃഢമായ തീരുമാനം. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരിത ഘട്ടങ്ങളും നമ്മൾ ഏൽക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ അതുകൊണ്ടൊന്നും പതറി പിന്നോട്ട് പോകുന്നവനല്ല. സാധ്യമാകുന്ന രീതിയിൽ പിടിച്ചു നിൽക്കുവാനും സാധ്യമാകുന്ന രീതിയിൽ നമുക്ക് അനുവദനീയമായ വഴികളിലൂടെയൊക്കെ പ്രതിരോധിക്കുവാനും ആ ശ്രമങ്ങളിൽ പിന്മാറുന്നവരല്ല. ഈമാനിന്റെ കരുത്ത് കൊണ്ട് പരീക്ഷണത്തിന്റെ ഏത് തീച്ചൂളകളെ അഗ്നി കുണ്ടങ്ങളെ ഏറ്റെടുത്ത മുൻഗാമികളുടെ പരിചയം. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. ആ കാര്യത്തിൽ എന്താ പറയുക? അബ്രഹത്തിന്റെ ആനപ്പട ചരിത്രത്തിൽ അവർ കണ്ടു കേട്ടു പരിചയമില്ലാത്ത ഒന്നായിരുന്നു. സൂറത്തുൽ ഫീല് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? അബ്രഹത്തിന്റെ ആനപ്പടയാണ് കഅബാലയത്തെ തകർക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ ഒരുങ്ങി വന്നത്. അവിടെ ആളുകള് അന്ന് മക്കയിലെ മുശ്രിക്കുകളും മറ്റുമൊക്കെ ആണെങ്കിലും അവർക്ക് കഅബയോടും പടച്ചതമ്പുരാനോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അബ്രഹത്തിന്റെ ആളുകള് അബ്ദുൽ മുത്തലിബ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ഒട്ടകങ്ങളെ നിങ്ങൾ എനിക്ക് വിട്ടുതരണം. അവർ ഈ ഒട്ടകങ്ങളെക്കാളും അവരുടെ വീടുകളെക്കാളും ഒക്കെ പവിത്രവും ബഹുമാനത്തോടും കൂടെ കണ്ടിരുന്ന കഅബാലയം കൊണ്ട്. പക്ഷെ അബ്ദുൽ മുത്തലിബ് എന്ന് അബ്രഹത്തിനോട് ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ എന്റെ ഒട്ടകത്തെ നിങ്ങൾ തിരിച്ചു തരണമെന്ന്. അബ്രഹത്തിന്റെ ഒരു തിരിച്ചോദ്യമുണ്ട്. നിങ്ങളുടെ കഅബാലയത്തെ പിടിക്കാനാണ് ഞങ്ങൾ വരുന്നത്, അതിനേക്കാൾ വലുതാണോ നിങ്ങളുടെ ഒട്ടകം എന്ന്? അബ്ദുൽ മുത്തലിബിന്റെ മറുപടി, ഒട്ടകം എന്റെയാണ്, കഅബ അത് അല്ലാഹുവിന്റെയാണ്, അതിനെ അല്ലാഹു സംരക്ഷിച്ചു കൊള്ളുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവരുടെ ആ റബ്ബിലുള്ള വിശ്വാസമായിരുന്നു അത്. മുശ്രിക്കുകളായതിനും അവർക്ക് വിശ്വാസത്തിന്റെ കുറവുണ്ടെങ്കിലും അവർ ആ കാര്യത്തിൽ ഒരു അടിയുറച്ച നിലപാടുണ്ടായിരുന്നു. റബ്ബ് കഅബാലയത്തെ സംരക്ഷിക്കുന്നുണ്ട്. ആനപ്പട ചീറിയെടുത്തപ്പോൾ അബാബീലിൽ കിളികളെ അയച്ചുകൊണ്ട് കഅബാലയത്തെ രക്ഷിച്ച റബ്ബ്, ആ നാഥനിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഭീതിയുടെ ആവശ്യമില്ല. നമ്മളിങ്ങനെ നിരാശപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്ന ഒരു വേവലാതിയുടെ ആ ഒരു അസ്വസ്ഥതയുടെ ആവശ്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതു സാഹചര്യങ്ങളെയും സമീപിക്കുവാൻ, നേരിടുവാൻ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് നമുക്ക് സാധിക്കുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ നേരായ വഴിയിലാണെന്ന ഉറപ്പ് നമുക്കുണ്ടാവണം. അവിടെ തീർച്ചയായും നാഥന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഉസിബു വയ്യായ അല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് ഓരോരുത്തരും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന പല നിയമവ്യവസ്ഥകളെയും ഭേദഗതികൾ വരുത്തി പലപ്പോഴും നമ്മൾ സ്വീകരിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടേതായി കണക്കാക്കിയിരുന്ന പലതും പല രീതിയിലും നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നോ എന്ന് ഭയപ്പെടാവുന്ന രീതിയിൽ ചില നിയമ വ്യവസ്ഥകൾ പുതുതായി കൊണ്ടുവരുവാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അപ്പൊ അതിലേറ്റവും അവസാനത്തെ ഒന്നായി ഇപ്പോൾ കാണുന്ന നമ്മുടെ വഖഫുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസ്സാക്കിയെടുത്തു. എന്താണ് വഖഫ്? സമുദായ സ്നേഹികളും രാജ്യസ്നേഹികളുമായ ആളുകൾ പടച്ചതമ്പുരാന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് സ്വാർത്ഥമായ ഒരു ലക്ഷ്യവുമില്ലാതെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം ലഭിക്കണമെന്ന ഉത്തമ ബോധ്യത്തോടെ വിശ്വാസത്തോടുകൂടെ
തങ്ങളുടെ സ്വത്ത് നാഥന്റെ വഴിയിൽ പൂർണ്ണമായും സമർപ്പിക്കുന്ന ആ ഒരു വ്യവസ്ഥയാണ് വഖഫിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പള്ളികള്, മദ്രസകള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, സാമൂഹിക സേവന രംഗത്ത് നിലകൊള്ളുന്ന ഒരുപാട് സ്ഥാപനങ്ങള്, സംഘങ്ങള്, ഇവരുടെയൊക്കെയാണ് ഈ സ്വത്തുക്കൾ. ഇവർക്ക് അന്നത്തെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നിലവിലുള്ള ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ വഖഫ് ചെയ്തവരുണ്ടാവും. നമ്മുടെ പൂർവികരായ ആളുകള് മതത്തോടും സമൂഹത്തോടും രാജ്യത്തോടും പടച്ച തമ്പുരാനോടും ഒക്കെയുള്ള പ്രീതിയും ആ ഒരു അവന്റെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അവർ ചെയ്ത വഖഫ് സ്വത്തുക്കൾ, അതിന്റെ മേലിൽ ചില അധികാരങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പുതിയ ചില ശ്രമങ്ങളാണ് ഈ നിയമങ്ങളിലൂടെ സർക്കാർ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നത്. മുമ്പ് വഖഫ് ട്രൈബ്യൂണലിന് നടപ്പിലാക്കാൻ സാധിച്ചിരുന്ന പല കാര്യങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞിരുന്ന പലതും ഇന്ന് അവരുടെ കൈകളിൽ നിന്ന് മാറിപ്പോകുന്നു. അതിലേക്ക് നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ മാറ്റം വരുത്തി പല ആളുകളെയും പുതുതായി അതിലേക്ക് നിശ്ചയിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ നിലവിലെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള രീതികൾക്ക് പല വിഘാതങ്ങളും ഭംഗങ്ങളും വരുത്തുവാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ പല നിലക്കും സാമുദായിക ധ്രുവീകരണത്തിനും വർഗീയ വിഭജനത്തിനും വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ കേന്ദ്രം പാസാക്കി വരുന്ന വഖഫുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് മുനമ്പവുമായി ബന്ധപ്പെട്ട വഖഫ് ഭൂമിയുടെ തർക്കം. അത് മറ്റൊരു നിലക്ക് അതിന്റെ പ്രശ്നങ്ങൾ കോടതികളിലും മറ്റുമൊക്കെയായി നടന്നു പോകുന്നു. ആ ഒരു ഭൂമിയുടെ പ്രശ്നം അത് നിലവിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഇത് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇതിന്റെയൊക്കെ ഒരു ഏകദേശ ധാരണയെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിനെ ഇതുമായൊക്കെ ബന്ധപ്പെടുത്തി കേരളത്തിൽ നിലനിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദങ്ങളെയും പരസ്പരമുള്ള വിശ്വാസത്തെയും ഒക്കെ തകർക്കുവാൻ വേണ്ടി വർഗീയമായി വിഭജിച്ച് സ്വാർത്ഥമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ കൃത്യമായ ജാഗ്രതയും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഭരണഘടനയെ തീർത്തും അപ്രസക്തമാക്കി പല പുതിയ നിയമങ്ങളും നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുവാനും പ്രതിരോധിക്കുവാനും നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കൊരു പ്രതീക്ഷ ഇന്നലെ മിഞ്ഞാന്നുമൊക്കെയായി പാർലമെന്റിലെ ചർച്ചകളിൽ നമ്മൾ കണ്ടത് പ്രതിപക്ഷത്തുള്ള മുഴുവൻ അംഗങ്ങളും ഈ നിലപാടിനെതിരെ, ഈ നിയമ സംവിധാനം നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിനെതിരെ അതിശക്തമായി സംസാരിക്കുകയും പ്രതിരോധിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നാണ്. അവരാരും മുഴുവൻ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ വിശ്വാസികളോ അല്ലല്ലോ. പക്ഷേ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തെ തകർക്കുവാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അതിനെതിരെ നാവനക്കാൻ, വിരലുയർത്താൻ ആ ജനാധിപത്യ മതേതരത്വ ബോധമുള്ള ആളുകളുണ്ടെന്ന ഒരു ആശ്വാസവും പ്രതീക്ഷയും നമുക്ക് ആ കാര്യത്തിൽ നൽകുന്നുണ്ട്. നമ്മളാൽ സാധ്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ആ നിലക്കുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളിലും നമ്മുടേതായ പങ്ക് നിർവഹിക്കുകയും ചെയ്യുക. ഇവിടെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ സാമൂഹിക സൗഹാർദ്ദവും സാമുദായികമായ പരസ്പര വിശ്വാസവും ഒരു നിലക്കും അതൊന്നും തകർന്നു പോകുന്ന ആ രീതിയിൽ ഒരു പ്രയാസം വരുത്തുന്ന ഒരു രീതിയെയും നമ്മൾ സമീപിക്കാൻ പാടില്ല. നിയമപരമായി ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയുമോ അതിന്റെ സാമുദായികമായ നേതൃത്വങ്ങളും സംഘടനകളും അതിൻ്റെതായ നടപടികളിലൂടെ മുന്നോട്ട് പോകും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പൊതുവിലൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ പ്രാർത്ഥനകൾ, ആ മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഉണ്ടാവണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 29-ാമത്തെ വചനം നമുക്കൊന്നുകൂടി പ്രതീക്ഷ നൽകുന്ന ഖാഖുൽ അറഅയ്ത മിൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. ഖുൽ പറയുക, അറഅയ്തും മിൻ അഹ്ലകനി, അറഅയ്ത നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറയുക, എന്നെയും എന്റെ കൂടെയുള്ളവരെയും അല്ലാഹു നശിപ്പിക്കുകയാണെങ്കിൽ, ഔ റഹിമന, അല്ലെങ്കിൽ അവൻ ഞങ്ങളോട് കരുണ കാണിച്ചേക്കാം. ഒന്നുകിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ നശിപ്പിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിലോ നാഥന്റെ കാരുണ്യം നമുക്കുണ്ടായേക്കാം.
എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. എന്നാൽ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് ഈ സത്യനിഷേധികളെ രക്ഷപ്പെടുത്തുവാൻ ആരാണുള്ളത്? നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിശ്വാസമുണ്ട്. വിശ്വാസികൾ എന്നും പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും അതിനേക്ക് അഭിമുഖീകരിച്ച് അതിനേക്ക് അതിജയിച്ച് കടന്നു വരുന്നവരാണ്. ആ കാര്യത്തിൽ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല, അത് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഒരു അലക്ഷിത ബോധം ഒരിക്കൽ നമ്മൾ ഉണ്ടാകും. പ്രതീക്ഷയോടുകൂടെ, ആത്മവിശ്വാസത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ കഴിയുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ആ ഒരു ധൈര്യമാണ് നമുക്കുണ്ടാകും. ഖുൽ ഹുവ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസ്തഅലമു മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗം പറയുക, അവൻ കാരുണ്യവാനാകുന്നു, ആമന്നാ ബിഹി, ഞങ്ങൾ അവരെ വിശ്വസിക്കുന്നു, വഅലൈഹി തവക്കൽനാ, ആ നാഥനിലാണ് ഞങ്ങളെല്ലാം പരമേൽപ്പിക്കുന്നത്. ഫസ്തഅലമു മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ആരാണ് ഏറ്റവും വലിയ വഴികേടിലെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാം. നമുക്ക് നാഥന് പ്രതീക്ഷയുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവനെ തവക്കുലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ നിലക്കുള്ള നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പരസ്പരം നമ്മെ മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എത്ര കടുത്ത നിയമങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ടുവന്നാൽ നാഥ, നിന്റെ വിധിയെ, നിന്റെ കൽപ്പനകളെ തട്ടുവാൻ അല്ലെങ്കിൽ അതിനെ തടുക്കുവാൻ കഴിയുന്നതിനായി ആരുമില്ല. വിശ്വാസികൾക്ക് നീ പ്രതീക്ഷയും കരുത്തും വിജയവും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഫലസ്തീനിലും ലോകത്തിന്റെ മറ്റു പല മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന വിശ്വാസികൾ, നാഥ, നിന്റെ സഹായമാണ് വലുത്. നീ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ച് നീ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പതറിപ്പോകാതെ ആത്മവിശ്വാസത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ പിടിച്ചു നിന്ന് മുന്നേറുവാനുള്ള കരുത്തും കഴിവും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ശത്രുക്കളുടെ കരുത്ത് എത്ര ശക്തമാണെങ്കിലും നാഥ, അവരുടെ കുതന്ത്രങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ളവരാണ് റബ്ബേ. നീ അവരെ പരാജയപ്പെടുത്തി വിശ്വാസികൾക്ക് നീ വിജയം, ആശ്വാസം, സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا